ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീണ്ടും പുതിയൊരു വീഡിയോ നമ്മൾ എത്തുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ രക്തചന്ദനം കൊണ്ടൊരു സോപ്പാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. രക്തചന്ദനം എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തെ കരിവാളപ്പെല്ലാം മാറി മുഖത്തെ മൂക്കുരു മാറാനും കണ്ണിൻ്റെ ചുറ്റുമുള്ള ആ ഒരു കറുപ്പ് ഡാർക്ക് സ്പോട്ടെല്ലാം മാറാനും അടിപൊളിയായ ഒരു സംഭവമാണ് രക്തചന്ദനം. അപ്പോൾ അതും കൊണ്ടൊരു സോപ്പ് നമ്മൾ തയ്യാറാക്കി കുളിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ ആ സോപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നതിൻ്റെ മെത്തേഡ് കൂടി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രക്തചന്ദനം കൊണ്ടൊരു സോപ്പാണ് കേട്ടോ. രക്തചന്ദനം എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തെ മുഖക്കുരു മാറാനും കറുത്ത പാടുകൾ മാറാനും അതേപോലെ തന്നെ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുത്ത നിറമെല്ലാം മാറി നമ്മുടെ മുഖം നല്ല കളർ നൽകാനും അടിപൊളിയായ ഒന്നാണ് രക്തചന്ദനം. നമ്മൾ രാത്രികാലങ്ങളിലൊക്കെ കിടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുൻപായിട്ട് ഇതൊന്ന് കുറച്ച് ഒരു അര സ്പൂൺ പൊടിയെടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ അത്രയും നല്ല ഗുണമുള്ള ഒന്നാണ് രക്തചന്ദനം. അപ്പോൾ ഇതും കൂടെ നമുക്ക് സോപ്പും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് മൊത്തത്തിൽ എല്ലാവരുടെയും ഒന്ന് യൂസ് ചെയ്യാൻ പറ്റിയ അത് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രക്തചന്ദനം 2 സ്പൂണ് ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ റോസ് വാട്ടർ ഉള്ളത് കൊണ്ട് ഞാൻ റോസ് വാട്ടറാണ് കുറച്ച് ഒഴിക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളമാണെങ്കിലും മതി, പച്ചവെള്ളം മതി കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ രക്തചന്ദനം നല്ല ക്രീമി രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ അതിൽ കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. രക്തചന്ദനത്തിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയാണ് കണ്ടിട്ട്. നമുക്കിതിലേക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യം തന്നെ വരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ നമ്മുടെ സോപ്പ് ബേസാണ്, 1/2 കിലോ സോപ്പ് ബേസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ മീഷോയിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഗ്ലിസറിൻ സോപ്പ് ബേസാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ സോപ്പ് ബേസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ ഗ്യാസിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആ പാത്രത്തിലേക്കാണ് നമ്മുടെ ഈ പാത്രം ഒന്ന് വെച്ച് കൊടുക്കുന്നത്. ഇതാ ഞാനൊരു പാത്രം ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളുടെ ഈ സോപ്പ് ബേസ് ഇട്ട പാത്രം കൂടി ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് 2-3 മിനിറ്റ് ഇരിക്കുമ്പോഴേക്ക് നമ്മുടെ ഈ സോപ്പ് ബേസ് എല്ലാം ഒന്ന് മെൽട്ടായി വരും കേട്ടോ. അതിനുശേഷം നമ്മുടെ സോപ്പ് ബേസൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്പൂണും കൂടെ ഇളക്കിയത് കൊണ്ടാണ് ഈ കളറൊന്നും ഇങ്ങനെയായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ രക്തചന്ദനത്തിൻ്റെ മിക്സിയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ് കേട്ടോ. നമ്മുടെ കളറേ ചേഞ്ച് ആയില്ലേ, ബ്ലാക്ക് കളറേ പോലെയുണ്ട് ഇപ്പോൾ കാണുമ്പോൾ. നമുക്ക് മിക്സിങ്ങും മതി. നമുക്കിതിൽ നിന്ന് നമ്മുടെ പാത്രം ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളിതിലേക്ക് സ്മെല്ലിന് എസൻഷ്യൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സാൻഡലിൻ്റെ തന്നെയാണ്. ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 7 തുള്ളി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മോൾഡിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ ഭംഗി! സാൻഡലിൻ്റെ നമ്മുടെ രക്തചന്ദനത്തിൻ്റെ കളർ എന്തായിരുന്നു, അത് സോപ്പ് ബേസിലേക്ക് ഒഴിച്ചപ്പോൾ വേറൊരു കളറായില്ലേ. പിന്നെ സോപ്പ് എടുക്കുമ്പോൾ ഇത് വേറൊരു കളറായിരിക്കും. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ബ്ലാക്ക് കളറിൽ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള സോപ്പ് നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അത് ഇത്ര നല്ല നല്ല സോപ്പുകൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള
തുളസിയാണെങ്കിലും വേപ്പിലയാണെങ്കിലും പനിക്കൂർക്കയാണെങ്കിലും ഇതുകൊണ്ടെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇതിന് കൂടുതലായിട്ട് കാശ് മുടക്കണമെന്ന് പറയാനൊന്നുമില്ല. ഒരു സോപ്പ് ബേസ് മാത്രം നമുക്ക് മതി. നമ്മുടെ കുറച്ച് തുളസിയാണെങ്കിലും പറിച്ച് അതിൻ്റെ ചാറെടുത്തിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള നല്ല ആയുർവേദിക് സോപ്പുകൾ നമുക്ക് തന്നെ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഇതാ എന്നത്തെയും പോലെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ മേലെയുള്ള ആ ഒരു നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് പതയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഒരു സ്പൂൺ വീണ്ടും എടുത്ത് ഇതേപോലെ എല്ലാം ഒന്നൊരു സൈഡിലേക്ക് ആക്കിയാൽ മതി കേട്ടോ. റബ്ബിങ് ആൽക്കഹോൾ കൊണ്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് പെട്ടെന്ന് എല്ലാ ആ ഒരു ഇതും ക്ലീനായി കിട്ടും. പക്ഷെ എന്തിനാണ്, അതും ഒരു കെമിക്കലാണല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്കിതാ നമ്മുടെ സ്പൂൺ തന്നെ ഉണ്ടാകും. പിന്നെ ഇപ്പം എന്താ, ഇത്ര സിമ്പിളായി ചെയ്യാൻ പറ്റുന്നൊരു സംഭവം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ നല്ല ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അത് ഓക്കെ. ഇതൊക്കെ നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ സോപ്പും ക്ലീനായി കിട്ടും. അതിൽ നമുക്ക് പ്രത്യേകിച്ച് കെമിക്കൽ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ 6 സോപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സോപ്പ് കട്ടിവിടെ ബ്ലൂ ആൻഡ് ബ്ലാക്ക് സെറ്റായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു 6 മണിക്കൂർ ഇരിക്കട്ടെ. 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ സോപ്പ് മോൾഡിൽ നിന്ന് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. എന്താ നമ്മുടെ 6 മണിക്കൂറിന് ശേഷം നമ്മളിവിടെ സോപ്പ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. നല്ല സ്ട്രോങ് ആയി തന്നെ ഇരിക്കുന്നുണ്ട്. ആഹാ എന്താ ഭംഗി, നല്ല രസമുണ്ട് ഇല്ലേ കാണാൻ. ഇതാണ് നല്ല വശം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം. അത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല അടിപൊളിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സെറ്റായൊരു സോപ്പ് അല്ലേ, നല്ല രസമുണ്ട് അല്ലേ കാണാൻ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സ്ട്രോങ് എടുത്തിട്ട് കിട്ടുന്നത് പോലെ അടിപൊളി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ ആ ഒരു പിക്ചറും കൂടി വന്നപ്പോൾ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികളെ ആണെങ്കിലും കുളിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു കെമിക്കലും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ രക്തചന്ദനം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒന്നാണ്. രക്തചന്ദനത്തിൻ്റെ ഗുണവും എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇതേപോലുള്ളൊരു സോപ്പൊക്കെ അടിപൊളിയായി നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കിയാൽ നമ്മുടെ മക്കളെ ആണെങ്കിലും നമുക്ക് അതിനൊക്കെ കുളിക്കാൻ അടിപൊളി ഒരു ആയുർവേദിക് ഹെർബൽ സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നല്ല സൂപ്പർ സോപ്പ്, കളറാണെങ്കിലും എല്ലാം അടിപൊളിയാട്ടോ. നല്ല സ്ട്രോങ് ആണ്. ഇതാ അമർത്തിയിട്ട് അമ്മങ്ങൻ ഇതാ ഒന്നും ആവുന്നില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അടിപൊളിയാണ്. നല്ല പതയുണ്ട് കേട്ടോ. ഇതിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ നല്ലപോലെ സോപ്പ് പതയുകയും ചെയ്യും, സ്ട്രോങ് ആയി ഇരിക്കുകയും ചെയ്യും. അളവ് കറക്റ്റ് അല്ലാതെ ആകുമ്പോഴാണ് പത കുറവാകുന്നതും സ്ട്രോങ് അല്ലാതെ ആവുന്നതും. അപ്പോൾ അളവ് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഒരു മെഷർമെൻ്റ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇതാ നമ്മുടെ സോപ്പെല്ലാം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നല്ലതാ. എല്ലാം കൂടി കാണുമ്പോൾ എന്തോ കഴിക്കാനുള്ള അതുപോലെ തോന്നുന്നുണ്ട്. അത്ര അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ഇടാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബായ്.